ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടില്ല, നമുക്ക് ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമ്മളിത് ആദ്യമേ എടുത്തിട്ടുള്ളത് തേങ്ങ കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒരു അര കപ്പ് തേങ്ങയോളം വേണ്ടി വരും. അപ്പോൾ ഒരു 3-4 നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഈ അരക്കപ്പ് തേങ്ങ വെച്ചിട്ട്. അപ്പോൾ അരക്കപ്പ് തേങ്ങ ഇത് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഒന്നിക്ക് പഞ്ചസാര എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം കേട്ടോ. ഞാനിപ്പം വെള്ളം എടുത്തിട്ടുണ്ട്, 2 ചെറിയ പീസ് വെള്ളം എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പഞ്ചസാര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പഞ്ചസാര എടുക്കുക. അപ്പോൾ 2-3 ടീസ്പൂൺ പഞ്ചസാര മതിയാവട്ടെ. അപ്പോൾ നല്ല മധുരം തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ട് നല്ല മധുരം ഉണ്ടാവും കേട്ടോ. ഈ വെള്ളം കൂടി ആ ഒരു ചൂടൊക്കെ തട്ടുമ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ട് വരും. ഇനി അധികം മധുരമൊന്നും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് മാത്രം എടുത്താൽ മതി കേട്ടോ. ഒരു പീസ് മാത്രം എടുത്താൽ മതി, 2 പീസൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവേ. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. 2 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ തേങ്ങയും നമ്മളെ വെല്ലവും ആ ഒരു ഏലക്കായൊക്കെ കൂടിയിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. അപ്പോൾ അര കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ, പത്തിരിയും ഇടിയപ്പമൊക്കെ ചുടുന്ന ആ ഒരു പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അര കപ്പ് ഇത് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചൂട് വെള്ളമാട്ടോ എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ പത്തിരിക്ക് കൊയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ആ നല്ല ചൂടുള്ള വെള്ളം ഉണ്ടാവുമല്ലോ, അതാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ചൂട് വേണേ, നല്ല തിളച്ചിട്ടുള്ള വെള്ളം തന്നെ വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് ആദ്യം നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കാം, കാരണം നല്ല ചൂടുള്ള വെള്ളമല്ലേ. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. വെള്ളം കൂടാനും കുറയാനും പാടില്ല. നമ്മൾ ഈ മാവ് റെഡിയാക്കിയിട്ട് എടുക്കുമ്പം വെള്ളം നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം നമ്മൾ ഈ മാവിൽ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട് കുറച്ചൊന്ന് എടുത്ത് നോക്കാം. ആ ഒരു സമയത്ത് മുറിഞ്ഞു പോകുന്ന പോലെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് ഈ ഒരു പരുവത്തിലാട്ടോ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു മാവ് ലൂസാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കട്ടിയിൽ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പാടില്ല, അങ്ങനെയാകുമ്പോൾ നമ്മളിത് പരത്തി എടുക്കുന്ന സമയത്ത് മുറിഞ്ഞു പോകും. ഇപ്പം നമ്മളെ മാവ് ഇതാ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഒരു പരുവത്തിൽ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തി എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വായലിലെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇതാ മാവ് എടുക്കുക. ഇത് നിങ്ങളെ വലുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കാനാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതുപോലെ കുറച്ച് മാവ് എടുത്താൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാവെടുത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുക്കുക, തടി പാടില്ല കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ പരത്തിയിട്ടെടുത്താൽ മാത്രമേ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ തേങ്ങയും നമ്മളെ വെല്ലവും ഏലക്കായൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുള്ളത് സൈഡിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിറയെ ഇട്ട് കൊടുക്കുക, എന്നാൽ മാത്രമായിട്ട് നല്ല ടേസ്റ്റ്. ഞാനിതിൻ്റെ എല്ലാ ഭാഗത്തും ആ തേങ്ങയുടെയും വെള്ളത്തിൻ്റെ ഒക്കെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി കിട്ടാൻ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിങ്ങനെ ചുട്ടെടുക്കാൻ നോക്കാം. അപ്പോൾ ഇത് അടുപ്പത്തോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാനിപ്പോൾ 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം, ഓയിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഗീ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മളിതാ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു അപ്പം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റോളം ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു സൈഡും കൂടി ഒന്ന് കളറൊന്ന് മാറി കിട്ടിയാൽ മതി. അതിപ്പം വെന്തിട്ടുണ്ടാവും, പക്ഷേ ആ ഒരു സൈഡൊന്ന് കളറൊന്ന് ചെറുതായിട്ടൊന്ന് മാറി വരട്ടെ. അപ്പോൾ നമുക്കൊരു 10-20 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കാം, പെട്ടെന്ന് കളറൊക്കെ അങ്ങ് മാറി കിട്ടിക്കോളെ. അപ്പോൾ കരിഞ്ഞ് പോകാതെ നോക്കുക, കളർ മാറി വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 10-20 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് നോക്കാം കേട്ടോ. ഇതൊരു ഭാഗമൊക്കെ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ടോ നോക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കേ.
അപ്പം ബാക്കിയുള്ളതൊക്കെ നമുക്കിതാ ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് പെട്ടെന്നൊക്കെ രാവിലെ കുട്ടിക്ക് ലഞ്ച് ബോക്സിൽ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.